ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക്. പിന്നെ അങ്ങനെയുള്ള ജമ്മാണ് അത് കിട്ടിയതായ, നേരത്തെ പറഞ്ഞില്ലേ കുറേ സിഫത്തുകൾ. ഒരു വാരിദി എന്ന് പറഞ്ഞാൽ ആര് വന്നതെന്നോ, പിന്നെ അടുപ്പിക്കാൻ മടക്കര് അമീർ ജവാമി വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം വാരിദിൻ്റെ തമീർ ജമ്മക്കല്ലേ. ആ ജമ്മിൽ നിന്ന് ഹാലാണ് മൻഹലം എന്ന് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഏത് ആ ലമീറിൻ്റെ ഹാലാണ്, ലമീറിനെ പറ്റിയാണ് പറയുന്നത്. തീരെ തുമ്പ വലാപാലൻ്റെ ആൾക്കാർ. അൽ മുഹീത്ത് ചുറ്റുന്ന ജവാമി ഹൈലൻ വീണ്ടും അത് ചുറ്റും. നാലാമത്തെ സിഫത്താണ് അൽ മുഹീത്ത്, നാലാമത്തെ സിഫത്താണ് അല്ലേ. എത്രാമത്തെ? ഏതൊക്കെ? ഒന്നെന്താ? ആദ്യത്തെ എന്താടാ? അൽ ആത്തീന്നല്ലേ? അൽ ആത്തി ബിൽ ഖവായിദിൽ ഖവാത്തി. രണ്ടെന്താ? വായിക്കട പുള്ളേ. ബൽ ബാലിഗ്. രണ്ട്. മൂന്ന് അൽ വാരിദി ദുഹായ് മിയത്തി മുസന്നഫിൻ. നൂറോളം അല്ലേ. അൽ മുഹീത്തി ഒന്നല്ല, ചുറ്റുന്നതായ ജമ്മ്, ചുറ്റപ്പെട്ടതൊന്നുമല്ല. ഇസ്മു ഫായിലാണത്. അൽ മുഹാത്തി എന്നല്ലല്ലോ പറഞ്ഞത്. പൊട്ടൻ്റെ അർത്ഥമല്ലേ വെക്കല്. ഈ ജമ്മ് ചുറ്റുന്നുണ്ട്. ഇനി മഫൂല ഉണ്ടാവല്. എന്തിനെ ചുറ്റുന്നുണ്ട്? ഖുലാസത്തിമാ ബിസുബദത്തിമാ മുതഫിനിലെയാണ്. ഉണ്ടാവില്ല. ഒന്നിൻ്റെ സത്തയുടെ മേൽ ചുറ്റുന്നുണ്ട്. ഫി ഷറഹയ്യ, എൻ്റെ രണ്ട് ഷറഹിലുള്ള ഒന്നിൻ്റെ. ബിസുബദത്തിമാ ഒന്നിൻ്റെ സത്തയുടെ മേൽ ചുറ്റുന്നുണ്ട്. എന്തിലുള്ള? ഫി ഷറഹയ്യ, എൻ്റെ രണ്ട് ഷറഹിലുള്ള ഒന്നിൻ്റെ സത്ത. എന്തിൻ്റെ മേലുള്ള ഷറഹ്? മുഖ്തസർ എനിക്കുള്ള. ആരുടെ മുഖ്തസർ? ഇബ്നു ഹാജിബ് എന്നവർക്കൊരു മുഖ്തസറുണ്ട്. അതിന് ഞാൻ എഴുതിയ ഷറഹുണ്ട്. ഇബ്നുൽ ഹാജിബിനുള്ള മുഖ്തസറിൻ്റെ എൻ്റെ ഷറഹ്, മുഖ്തസറിന് ഞാൻ എഴുതിയ ഷറഹിൻ്റെ മേലിൽ രണ്ട് ഷറഹുണ്ട്. അലാസ് മാഫി ഷറഹയ്യ, എൻ്റെ രണ്ട് ഷറഹ്. മുഖ്തസറിൻ്റെ മേലുള്ള ഷറഹു അൽ മിൻഹാജ്, മിൻഹാജിക്കുള്ള ഷറഹു, ബൈലാവിക്കുള്ള മിൻഹാജിൻ്റെ ഷറഹു. ഞാൻ ബൈലാവി ഇമാമ് മിൻഹാജ് എഴുതിയിട്ടുണ്ട് ഉസൂലുൽ ഫിഖ്ഹിൽ. അതുപോലെ ഇബ്നുൽ ഹാജിബ് എന്തോ എഴുതിയിട്ടുണ്ട്, മുഖ്തസറോ. അതിന് രണ്ടിനും ഞാൻ എന്താക്കിയിട്ടുണ്ട്? ആ ഷറഹിലുള്ള ഒന്നിൻ്റെ മേലെ ഇത് ചുറ്റുണ്ട്. ജമുൽ ജവാമി ചുറ്റുണ്ട്. ഇബ്നുൽ ഹാജിബ് ഹിജറ 570 ജനിച്ചു. 570 സാലിമാമിൻ്റെ കാലത്തൊക്കെ ആയി. ഉസ്മാൻ ഇബ്നു അംർ കാന ഫഖീഹൻ, മാലിക്കി മദ്ഹബാണ്. കുർദി ആയിരുന്നു ബാപ്പ. സൈന്യത്തിൻ്റെ ആളായി, സൈന്യത്തിലുള്ള. ഖുർആനൊക്കെ പഠിച്ചു. ഷാത്തിബി ഇമാമിൽ നിന്നും പഠിച്ചു. ആ അബിയാരി എന്നതിൽ നിന്നും പഠിച്ചു. ഹാഫിദ് ബഹാവുദ്ദീൻ ഇബ്നു അസാക്കിറിൽ നിന്നും പഠിച്ചു. ഷാദിലി ഇമാമിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. പല തിൽമീദുകളിൽ ഇബ്നു മാലിക് ത്വായി, അൽഫിയൻ്റെ മുസന്നിഫ്, ഇബ്നുൽ ഹാജിബിൻ്റെ തിൽമീദാണ്. ഖറാഫി എന്നിവരും തിൽമീദാണ്. ഖസ്തന്തീനി ഷാഫി നഹ്വി, അബൂ ഷാമിൽ മഖ്ദിസി ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അമൽ മുന്തഹ സുആല്, മുഖ്തസർ മുന്തഹ സുആല്, അമാലി ഈലാഹ്, ശറഹ് മുഖദ്ദിമത്തുൽ ജസൂലി. 646 മരണപ്പെട്ടു. ബൈദാവി ഇമാം എന്ന് പറഞ്ഞാൽ സീറോ തന്നെ നമുക്ക്. വഹീദ് അസ്ലി ഖാദി നാസിറുദ്ദീൻ ഷിറാസി ഷാഫി. ജനനം അടുത്ത കാലത്താണ്. മൂപ്പര വാപ്പ നിന്നും പഠിച്ചു. ഷെയ്ഖ് മുഹമ്മദുൽ കഹ്താനി, ബൂഷ്കാനി സക്കി, തിൽമീദ് ജാർബർദി, മറാഗി,
തഫ്സീർ എഴുതി, വേറെയും കുറേ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. 685 മരണപ്പെട്ടു. പിന്നെ അവരുടെ 2 ഷറഹിലുള്ള ഒന്നിന് വേണ്ടി ചുറ്റുന്നു. പിന്നെ വനാഹീക്ക, നാഹി ഹസ്ബുക്ക എന്നർത്ഥം. നിനക്ക് മതിയായ, കാഫീക്ക എന്നുള്ള അർത്ഥമാണ്. നിനക്ക് മതിയായതാണ്. നഹ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാണ്. ഇനി വേറൊരു കിതാബിനെ തൊട്ട് നിന്നെ തടയുന്നതാണ് എന്നായപ്പോൾ നിനക്ക് മതിയായതാണ്. ബി കസ്റത്തി ഫവായിദിഹിമ, ഈ 2 കിതാബിലെ ആ 2 ഷറഹിലെ ഫായിദകൾ ധാരാളമാണ് എന്നത് തന്നെ. ഇത് അതിലൊക്കെ ഉൾക്കൊള്ളിച്ചാൽ അതന്നെ മതി ഈ കിതാബ് ഉഷാറാകാൻ. നാഹിക്ക എന്താണ് അർത്ഥം? ബി കസ്റത്തി ഫവായിദിഹിമ, ആ 2 കിതാബിന്റെ ഫായിദകൾ അധികരിക്കൽ. ഒന്നിരിക്ക മൂത്തേ ഖബറാക്ക ബി കസ്റത്തി, നാഹിക്കനെ മൂത്താക്ക, നിനക്ക് മതിയായതാകുന്നത് അതിന്റെ 2ന്റെയും ഫായിദകളുടെ വർധനവ് നിനക്കാണ് ഖബറാക്ക ജാറുമജറൂറിന്. പിന്നെ എന്തുകൊണ്ട് ഇതില് മാ മസീദ് കസീരിൻ, അതിലെ ധാരാളം കൂടുതൽ ചെയ്യലോട് കൂടെ. മാ മസീദിൻ കസീരിൻ, മാ മസീദ് കസീരിന്നല്ല, ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. കസീറായ മസീദ്, അതിനാണ് ഒരുപാട് വട്ടം ഇരുന്നങ്ങനെ പഠിക്കല പഴയ കാലത്ത് താലിമീങ്ങൾ. അപ്പം അതിനനുസരിച്ചാണ് അന്തമുള്ളൂ. വാക്ക് വെച്ചാൽ വിസ്മുഫായിൻ്റെ അർത്ഥം വെക്കാൻ വരാറില്ല. മാ മസീദിൻ കസീരിൻ, ധാരാളം വർധനവ് ഏറെയുണ്ട്. ബിത്തൻവീനി ബിലബുത്തിൽ മുസന്നിഫ്, മുസന്നിഫെന്നെ ലബുത്താക്കിയിട്ട്. സുബദത്തി, ആ സത്തയേക്കാൾ നേരത്തെ പറഞ്ഞില്ലേ, മുഖ്തസറിന്റെ സെറവും മിൻഹാജിന്റെ സെറവിന്റെ സത്തുണ്ട്, സത്തനെക്കാട്ടിയും കൂടുതലുണ്ട്. മറ്റേ ഏക്കനോടെ ജലാല് വയൻഹസിറു, ജമ്മുൽ ജവാമി ക്ലിപ്തമാകും. ഫി മുഖദ്ദിമാത്തി അല്ലേ, അങ്ങനല്ലേ? മുഖദ്ദിമാത്തിൽ ക്ലിപ്തമാകും. പിന്നെന്തിലും ഞാൻ പറയുണ്ടാവും. സബഅത്തി കുത്തുബിൻ, 7 കിതാബുകളിലും ക്ലിപ്തമാകും. ഉണ്ടോ? പിന്നെ വയൻഹസിറു ജമ്മുൽ ജവാമി ക്ലിപ്തമാകും. അതിന്റെ ഫായിദ ജമ്മുൽ ജവാമിയിലേക്കാണ്. അതാണ് ജമ്മുൽ ജവാമി എന്ന് കൊടുത്തത്. ജമ്മുൽ ജവാമിന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ജമ്മുൽ ജവാമിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന ആശയം, ജമ്മുൽ ജവാമിയിലുള്ള ആശയങ്ങൾ ക്ലിപ്തമാകുന്നതാണ്. ജമ്മുൽ ജവാമി എന്ന പദം ക്ലിപ്തമാകുന്നല്ല എന്നർത്ഥം. അതിലുള്ള ആശയങ്ങൾ ക്ലിപ്തമാണ്. എന്തിലെ? കുറച്ച് മുഖദ്ദിമകളിൽ ക്ലിപ്തമാണ്. മുഖദ്ദിമാത്ത് ഇവിടെ ജമ്മാക്കി പറഞ്ഞു. ഈ മുഖദ്ദിമത്ത് എന്ന് പറഞ്ഞാലും മതി. കാരണം ഈ മുഖദ്ദിമ നീണ്ട മുഖദ്ദിമയായപ്പോ മുഖദ്ദിമാത്ത് എന്ന് പറഞ്ഞതാണ്. മുഖദ്ദിമ ഒന്നാം 7 കിതാബിലൊന്നല്ല പറയണത്. ഒന്നാം കിതാബ് എത്തണം തന്നെ കുറച്ച് പണിയുണ്ട്. അപ്പൊ വലിയ മുഖദ്ദിമ മുഖദ്ദമാത്തല്ല. മുഖദ്ദിമത്തിൽ ജയ്ഷി, ജയ്ഷിന്റെ മുഖദ്ദിമ എന്നൊക്കെ പറയും പോലെയാണിത്. ഒരു ജമാഅത്തിൽ മുതഖദ്ദിമത്തി, മുന്തിയതായ സംഘത്തിന്, മിൻഹു എന്തിൽ നിന്നും, ജയ്ഷിൽ നിന്നുള്ള മുന്തിയ സംഘത്തിന് മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയും.
പിന്നെ മുഖദ്ദിമത്ത് പറഞ്ഞാൽ എന്ത് വാക്കുന്നുള്ളതാണ്? കദ്ദമയിൽ നിന്നാണ്. മീൻ കദ്ദമ മുഖദ്ദിമ പറഞ്ഞാൽ അൽ ലാസിമി, മുന്തിയത്, മുന്തി എന്നുള്ള അർത്ഥമാണ്. മുന്തിപ്പിച്ചത് എന്നുള്ള അർത്ഥമല്ല, മുന്തിച്ചു എന്നുള്ള അർത്ഥമല്ല, മുന്തിയത്, മുന്തി എന്നുള്ള അർത്ഥം. എന്ത് മുന്തി മുന്തിച്ചു രണ്ടും പറയാം. മുന്തിച്ചാല് ഒരാളെ തല്ലി മുന്തിക്കണം. മുന്തിയത് പറഞ്ഞാല് അപ്പം അതിനെന്നില്ല, അയാൾ മുന്തി നിന്നു. മനസ്സിലായ? ലാസ്യമായ കദ്ദമയിൽ നിന്നാണ് മുഖദ്ദിമ. അപ്പൊ എന്താ അർത്ഥം? മുന്തിച്ചത്, മുന്തിപ്പിച്ചത് എന്നല്ല, മുന്തിയത് എന്നുള്ള അർത്ഥം. ബിമാന തഖദ്ദമ, മുന്തി എന്നുള്ള അർത്ഥം. കദ്ദമക്ക് എന്താ അർത്ഥമാണ്? തഖദ്ദമന്റെ അർത്ഥം. അപ്പൊ കദ്ദമക്ക് രണ്ടർത്ഥത്തിന് ഉപയോഗിക്കലുണ്ട് എന്നായി. മുന്തിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കലുണ്ട്, മുന്തി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കലുണ്ട്. ഇവിടെ തഖദ്ദമന്റെ അതേ അർത്ഥമാണ്. വമിനു അതിൽപ്പെട്ടതാണ് ലാ തുഖദ്ദിം, നിങ്ങൾ മുന്തരുത് എന്നാണ് അർത്ഥം. മുന്തിപ്പിക്കരുത് എന്നല്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ, അള്ളാഹിന്റെ ഖുർആന്റെ മുന്നിൽ പറഞ്ഞൊരു കൽപ്പനക്ക് മുന്നിൽ നിങ്ങൾ നടക്കരുത്, അതിന്റെ പിന്നാലെ നടന്നോളൂ എന്നർത്ഥം. മനസ്സിലായ? അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുന്നേ നിങ്ങൾ മുന്തരുത്, മുന്തിപ്പിക്കരുത് എന്നല്ല, നിങ്ങൾ മുന്നിൽ നടക്കരുത്, മുന്തരുത്. പിന്നെ മുഖദ്ദമാത്തി എന്ന് വായിക്കാം. അല കില്ലത്തി അങ്ങനെ വായിക്കല് കുറവാ. രണ്ട് വായിക്കലുണ്ട് എന്നായി. മുഖദ്ദമ, മുഖദ്ദമ എല്ലായിടത്തും അത് തന്നെയാണ്. വേറെയും പല കിതാബിന് മുഖദ്ദിമ എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മുഖദ്ദമ എന്ന് വായിക്കാം. ഏതുപോലെ മുഖദ്ദമത്തി റഹിലി, മുഖദ്ദമത്തു റഹില് പോലെയാണത്. അതായത് വാഹനത്തിന്റെ ചവിട്ടുപടിയില്ലേ മുന്നിലുണ്ടാവുന്ന, കാല് വെക്കണ ഒട്ടകത്തിന്റെ ഒക്കെ മുന്നിൽ എന്തുണ്ടാകും? കാല് വെക്കാൻ ഒരു ചവിട്ടുപടി കൂടി താഴെ ഉണ്ടാവും. അത് കാലിന്റെ നേരെ ഉണ്ടാവും. അതിനാണ് മുഖദ്ദമ എന്ന് പറയല്. ആ റഹിലിന്റെ മുഖദ്ദമ എന്ന പദം പോലെയാണത്. ഹാലും മിൻ മുഖദ്ദമത്തി റഹിലി, ഒരു ലോകത്തിലാണ് മുഖദ്ദമത്തു റഹിൽ എന്ന് പറഞ്ഞത്. വേറെ ലോകത്തിൽ അവിടെ ഈ വാഹനത്തിന്റെ റഹിൽ പറഞ്ഞ വാഹനം, വാഹനത്തിന്റെ മുഖദ്ദിമ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഖദ്ദമ എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ലോകത്തിൽ എന്താ പറഞ്ഞത്? മുഖദ്ദമ എന്നാ പറഞ്ഞത്. ശരി, ഈ ലോകത്തിൽ നിന്ന് കൂട്ടി കൊടുത്തത് എന്തിനാ? മുഖദ്ദിമ തന്നെ ഉണ്ടായാലും വേറെ ലോകത്തില്. അപ്പൊ അതല്ല, നമ്മളിപ്പോ മുഖദ്ദമ എന്ന് പറയുന്ന റഹലിന്റെ മുഖദ്ദമക്ക് താൽപര്യ വെക്കണ ഇതിനെ മുഖദ്ദമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഷയിൽ. അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അത് എന്തിൽ നിന്നുള്ളതാണ്? മുതഅദ്ദിയായ ഖദ്ദമയിൽ നിന്നുള്ളതാണ്. അപ്പൊ മുഖദ്ദമ മുന്തിക്കപ്പെട്ടവൻ, ഫത്തയിട്ടല്ലേ വായിക്കുന്നത്. ഖദ്ദമ എന്ന് പറയുമ്പോ മുന്തിപ്പിച്ചവൻ എന്നല്ല, പിന്നെന്താ? മുന്തിപ്പിക്കപ്പെട്ടവൻ, മുന്തിക്കപ്പെട്ടവൻ എന്നാവും അർത്ഥം. മുന്തിച്ചു, മുന്തിച്ചപ്പെട്ടവൻ. അപ്പൊ ആദ്യത്തെ അർത്ഥാണത്. ഫീ ഉമൂരിൻ മുതഖദ്ദിമത്തിൻ, മുന്തിയ കാര്യത്തിലാണ്. യൻഹസിറു ജമ്മുൽ ജവാമി കൃത്യമാകും. കസറാകുമ്പോ ഫീ മുഖദ്ദിമാത്ത് എന്ന് പറഞ്ഞാൽ ഫീ കസറാകുമ്പോ ആദ്യത്തെ അർത്ഥം ഫീ ഉമൂരിൻ മുതഖദ്ദിമത്തിൻ അല്ലെ. തഖദ്ദമന്റെ അർത്ഥമല്ല അവിടെ പറഞ്ഞത്, മുന്തിയതായ കാര്യത്തിൽ ക്ലിപ്തമാണ്. ഔ മുഖദ്ദമത്തിൻ അലൽ മഖ്സൂദ് ബിദ്ദാത്തി, മഖ്സൂദ് ബിദ്ദാത്തിനേക്കാൾ മുന്തിക്കപ്പെട്ട കാര്യത്തിൽ. മനസ്സിലായ? മുന്തിയ കാര്യം ഒന്നും വെക്കാം, പെട്ട കാര്യം ഒന്നും വെക്കാം. ഓരോന്ന് വെക്കുമ്പോ വെക്കണ പോലെ വെക്കണം എന്ന് മനസ്സിലായില്ലേ? വേണ്ടില്ല ഓരോ വാക്കുമേൽ കണ്ടോട്ട് പിടിച്ച് തൂമിന് നോക്കില്. പിന്നെ എന്തുകൊണ്ട്, എന്തിനാ ഇത് മുന്തിച്ചത്? എങ്ങനെ മുന്തിച്ചു? മഖ്സൂദും ബിദ്ദാത്തിനേക്കാൾ മുന്തിച്ചു. ലിൽഇന്തിഫാഇ മുഖദ്ദിമ കൊണ്ട് എന്ത് കിട്ടാൻ വേണ്ടി? ഉപകാരം കിട്ടാൻ വേണ്ടി. ഫീഹി മഖ്സൂദ്, കാരണം മികവരെ കുറച്ച് കാര്യം പറയുന്നത് അതിക്ക് ഉപകാരം കിട്ടാനാണ്.
അങ്ങനെ ഉള്ളതിനാണ് എന്തെന്ന് പറയുള്ളൂ, മുഖദ്ദമ എന്ന് പറയുള്ളൂ. വെറുതെ മുന്തിച്ചീനല്ല. അല്ലാതെ വെറുതെ എന്തൊക്കെ തൊള്ളപടായി, ഒരാവശ്യമില്ലാത്ത തൊള്ളപടായി പറഞ്ഞ് കിതാബിന്റെ മുഖദ്ദിമ അറിയില്ലല്ലോ. അത് വേറെ എന്തോ തൊള്ളപടായി എന്നിട്ട് പറയാന്നല്ലാതെ കിതാബുമായി അത് ബന്ധമില്ലാത്ത കുറെ ആണ് ബടായി പറഞ്ഞാല്. പിന്നെ എന്തോടെ കൂടെ ആവുമാണ് ഈ മുഖദ്ദമ നിക്ഷിപ്തമാകണം. അല്ല, മഖ്സൂദും ബിദ്ദാത്ത് നിക്ഷിപ്തമാകണം. മഖ്സൂദും ബിദ്ദാത്ത് എന്താവണം? എന്തിന്റെ മേലിൽ? മുഖദ്ദിമയുടെ മേലിൽ, മുഖദ്ദിമയുടെ ചിലതിന്റെ മേലിൽ. മുഖദ്ദിമ പറഞ്ഞാലേ ഏക്ക് കടക്കാൻ പറ്റുള്ളൂ, ബിദ്ദാത്ത്ക്ക് കടക്കാൻ പറ്റുള്ളൂ. മഖ്സൂദും ബിദ്ദാത്ത് തവഖുഫാണ്, നിക്ഷിപ്തമാണ്. ഏത് പറയലിന്റെ മേലിൽ? മുഖദ്ദിമയിൽ നിന്ന്. അങ്ങനെയുള്ള അതിനാണ് മുഖദ്ദിമ എന്ന് പറഞ്ഞപ്പോ. മഖ്സൂദും ബിദ്ദാത്തിൽ ഉപകാരം കിട്ടണം. മഖ്സൂദും ബിദ്ദാ ഞാൻ ആ ദമീർ മടക്കി കൊടുത്തു. ഒരു പെണ്ണുണ്ട്, റജ്ജ് മടക്കി കൊടുത്തടാ. അലമാ തവഖുഫിന്റെ ദമീർ അന്നെന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും വെച്ചിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു അർത്ഥം വെക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ ദമീർ മടക്കി കൊടുക്കുക. ഞാൻ തന്നെ നേരത്തെ തെറ്റി. മാ തവഖുഫിന്റെ ദമീർ നിങ്ങളുടെ അർത്ഥം തെറ്റി. എന്നാ പിന്നെ രണ്ടാമത് മടക്കി ശരിയാക്കി തന്നെ പിന്നെ അബ്ബാടെ എഴുതി കൊടുക്കുക. എന്നാ പിന്നെ വെക്കുമ്പോൾ അത് അങ്ങട്ട ദമീർ എന്ന് തിരിയും. ആര് തവഖുഫാണ്? അലാവാതെ മുഖദ്ദിമയുടെ ചിലതിന്റെ പേര്. അത് ഏതൊക്കെ പോലെ മുഖദ്ദിമയിൽ പറയുന്ന കാര്യങ്ങൾ ഏതുപോലെ അതൊക്കെ മുഖദ്ദിമ പറയും. ഹുക്കുമ് എന്നാൽ എന്ത്? ഇത് വിധിയാണ്. ഹുക്കുമ 5 ഹുക്കുമല്ലേ? ഹലാല് ഹറാമ് സുന്നത്ത് ഇതൊക്കെ അതില് ഹുക്കുമ് നിർവചനം. അതിന്റെ വിവിധ ഇനങ്ങള്, ഹലാല് ഹറാം, ഇങ്ങനെ കുറെ ഇനങ്ങളുണ്ട്. എന്താ അത് മുഖദ്ദിമന്റെ മുന്നിൽ പറയുന്നത്? ഇത് അൽ ഉസൂലിയു. ചിലപ്പോ ഈ ഹുക്കുമിന് ഉസൂലിക്ക് പറയുന്ന ഈ പണ്ഡിതന്മാര് മഖ്സൂദ് എത്തുമ്പോ മഖ്സൂദിന്റെ ഭാഗങ്ങളില് അത് ഹറാമാണ്, അത് ഹലാലല്ല, അത് സുന്നത്താണ് എന്നൊക്കെ എന്താക്കലുണ്ട്? ഈ മഖ്സൂദില് ഈ ഹുക്കുമുകളെ സ്ഥിരപ്പെടുത്തലുണ്ട്. ഈ ഹുക്കുമ എന്താണെന്ന് ആദ്യം പറയും മഖ്സൂദ് അതിലെ മുഖദ്ദിമയില്. ഹുക്കുമ എത്ര ഇനുണ്ട്, അത് ഹറാമ്, ഹലാല്, കറാഹത്ത്, ഇങ്ങനെ 5 ഇനുണ്ട് എന്നും പറയും. അതെന്തിനാ പറയുന്നത്? മഖ്സൂദും ബിദ്ദാത്ത് പറയുന്നതിന്റെ ഇടയില് ആ ഓരോ ഹുക്കുമിനെ എന്താക്കലുണ്ട്? ഈ കിതാബിന്റെ ആളുകള് സ്ഥിരപ്പെടുത്തൽ. എവിടെ സ്ഥിരപ്പെടുത്തലുണ്ട്? മഖ്സൂദും ബിദ്ദാത്തിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ആ സുന്നത്താണ് എന്നാണ് പറയും. സുന്നത്ത് എന്താന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അപ്പൊ അതിനാണ് മുഖദ്ദിമയില് എന്തൊക്കെ ഹുക്കും, ഇങ്ങനെ 5 ഹുക്കുമുണ്ടെന്ന് തുടക്കത്തില് പറയുന്നത്. ഈ ഹുക്കുമുകളെ ആര് സ്ഥിരപ്പെടുത്തലുണ്ട്? ഉസൂലി പണ്ഡിതന്മാരെ ഈ മഖ്സൂദില് സ്ഥിരപ്പെടുത്തലുണ്ട്. ഇത് കാരണം ഈ ഹുക്കുമുകളെ സ്ഥിരപ്പെടുത്താറുണ്ട് അൽ ഉസൂലിക്കാരൻ. ചിലപ്പോൾ ചിലപ്പോൾ അവൻ അതിനെ നിഷേധിക്കലുണ്ട്. ചിലപ്പോൾ അതിന് ഹുക്കുമില്ല എന്നൊക്കെ പറയും. അതൊക്കെ പരക വരും. ലാ ഹുക്കുമ ഖബല ശറഈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശറഈന് മുമ്പ് ഹുക്കുമില്ല. ഹുക്കും എന്താന്ന് ആദ്യം പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ? മനസ്സിലായ? ഫീ മുഖദ്ദിമാത്തിൻ അല്ലെങ്കിൽ ഫീ മുഖദ്ദമാത്തിൻ വസബ്അത്തി കുതുബിൻ. 7 കിതാബിലും മുൻഹസ്സറാണ്. ജമുൽ ജവാമി. അത് ഏത് കിതാബാണ്? മഖ്സൂദും ബിദ്ദാത്തിൽ ആയിട്ടുള്ള 7 കിതാബ്. പിന്നെ ഫീ മഖ്സൂദിൻ ബിദ്ദാത്തിലായിട്ട് 7 കിതാബ്. ഖംസത്ത്, അതിൽ 5 എണ്ണം അദില്ലത്തിൽ ഫിഖിഹിൽ ഖംസ. ഫിഖിഹിന്റെ 5 ദലീലുകളെ പറ്റിയുള്ള ചർച്ചയാണ്. അതിലുള്ള 5 എണ്ണം. 7 5 എണ്ണം എന്തിനെ പറ്റിയുള്ള ചർച്ചയാണ്? ഈ മബാഹിസ് ഖംസത്തിൻ, അതായത് 5-ൽ. വസബഅത്തി കുതുബിൻ എന്ന് പറഞ്ഞതിന്റെ ബദലാണ് 7 കിതാബിൽ, അതായത് 5-ൽ. എന്തിലാണ് 5 ഉള്ളത്? ഫി മബാഹിസ് അദില്ലത്തിൽ ഫിഖിഹി. ഫിഖിഹിന്റെ അൽ ഖംസത്തി 5 ദലീലുകൾ. 5 ദലീലാ. ഖുർആന്, സുന്നത്ത്, ഇജ്മാഇ, ഖിയാസ്. 4 ഉള്ളൂ.
അതാ അൽ കിതാബി ഒന്ന് ഖുർആന്, രണ്ട് സുന്നത്ത്, മൂന്ന് ഇജ്മാഇ, ആറ് ഖിയാസ്. അതും ഒരു ദലീല. അതൊരു ദലീലാട്ടാ. പിന്നെ 6 പിന്നെ വരുന്നറിയില്ലേ. പിന്നെ 6 5 ആയിട്ടുള്ളൂ. 5 കിതാബ്. ഞാൻ 6 ബൈന ഹാദിഹിൽ അദില്ലത്തിന്റെ തആദുലി തുല്യമായി നിൽക്കുക, ഒന്നിനേക്കാൾ മുൻതൂക്കം ആകുക, തുല്യമാകാതെ മുൻതൂക്കാകുക ഈ ദലീലുകൾക്കിടയിൽ. അപ്പൊ തആദുലി ആറാമത്തെ എന്തിനെ പറ്റി പറയുന്ന ചർച്ചയാണ്? സമമാകുന്നതിനെ പറ്റിയുള്ള ചർച്ച. അല്ലാതെ ഒന്നിനേക്കാൾ മുൻതൂക്കം കൊടുക്കുക എന്തിന്റെ അടിയിൽ? എപ്പോൾ തെളിവുകൾ തമ്മിൽ പരസ്പരം വിരുദ്ധമായിട്ട് കാണുമ്പോൾ. അപ്പൊ ഏതിന് മുൻതൂക്കം കൊടുക്കണം എന്ന ചർച്ച. ഖുർആനും ഹദീസും കൂടി വിരുദ്ധമായെന്ന് കൂട്ടുക. അപ്പൊ ഏതിന് മുൻതൂക്കം കൊടുക്കണം? അല്ലെങ്കിൽ രണ്ട് ആയത്തുകൾ തമ്മിൽ വിരുദ്ധാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അതിനെ പറ്റിയുള്ള ചർച്ച. അതാണ് ആറാമത്തെ കിതാബിൽ പറയുന്നത്. 7 കിതാബാണ് ഇതിൽ വരുന്നത്. അതിൽ ആറാമത്തെ കിതാബാണ് വസാബി 7. ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഗവേഷണം ചെയ്യല്. റാബിത്ത് അത് ബന്ധമുണ്ട് ഈ ദലീലുകളുമായി, അല്ലേ? ഈ 5 ദലീലുകളായിട്ട് ബന്ധമുള്ള ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് 7ാമത്തെ കിതാബിൽ. റാബിത്ത് ലഹ ഇതിനോട് ബന്ധമുണ്ട്, ആ ദലീലുകളായിട്ട് ബന്ധമുള്ള ഇജ്തിഹാദ്. എന്തുകൊണ്ട് ബന്ധമുണ്ട്? ആ ദലീലുകളുടെ ആശയം നോക്കിയിട്ട്. ദലീലുകളുടെ ആശയത്തിലല്ലേ ഇജ്തിഹാദ് ചെയ്യല്? ദലീലുകളിൽ ഇജ്തിഹാദ് ചെയ്യാറ് ഖുർആനിന്റെ വാചകത്തിലല്ലല്ലോ ഇജ്തിഹാദ് ചെയ്യല്. പിന്നെന്തിനാണ് ആ ദലീല് ആ വാചകത്തിനാൽ അതിന്റെ മാനകളിലല്ലേ ഇജ്തിഹാദ് ചെയ്യല്. അപ്പൊ മദ്ലൂലിനെ കൊണ്ടാണ് ബന്ധം. എന്തിനാണ് ഇജ്തിഹാദിനക്ക് ബന്ധം? അറാബിത്ത് ഇജ്തിഹാദ് ബന്ധമുള്ളതാണ്, ദലീലിനോട് ബന്ധമുണ്ട്, ആശയം കൊണ്ടാണ് ബന്ധം. അല്ലാതെ വെറും ലഫ്സ് ഖുർആൻ എന്താണെന്നുള്ള ചർച്ച അല്ല. ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഖുർആനിലെ ആശയവുമായാണ് ഇജ്തിഹാദ് ചെയ്യുന്നത്. അപ്പൊ ഖുർആനിനോട് ഇജ്തിഹാദ് അറാബിത്ത് ബന്ധമുണ്ട്. എന്തിനോട്? ഈ ദലീലുകളോട് പറഞ്ഞാൽ ദലീലുകളുടെ മദ്ലൂലിനോടാണ് ഇജ്തിഹാദ് ബന്ധം. ഇജ്തിഹാദ് എന്തിനോടാ ബന്ധമുള്ളത്? ദലീലുകളോടാണോ? നേരെ നോക്കുമ്പോ റാബിത്ത് ബിഹ ദലീലുകളോട് ബന്ധമുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ദലീലുകളോട് എങ്ങനെ ബന്ധം? മദ്ലൂല് മുഖേനയാണ് ബന്ധമുള്ളത്, ഇജ്തിഹാദിന് ബന്ധമുള്ളത്. നാലാമത്തത് പിന്നെ ഇജ്തിഹാദ്. ഇജ്തിഹാദിലാണ് വമ. ആ പിന്നെ ഇജ്തിഹാദി എന്ന് പറഞ്ഞ അയിമക്കാണ് പൊട്ടാ. ഇജ്തിഹാദിലാണ് 7ാമത്തെ ചർച്ച. ഇജ്തിഹാദ് മാത്രമല്ല വമ ഒന്നിലുമുണ്ട്. ഒന്ന് താബിയാകൂ ഇജ്തിഹാദിനോട്. അതെന്താ? തഖ്ലീദിന്റെ ചർച്ചകൾ അത് കഴിയില്ല. ഇജ്തിഹാദിലുമാണ് വമ ഒന്നിലുമാണ്. ആ ഒന്ന് താബിയാകും ഇജ്തിഹാദിനോട്. എന്തിനാ? തഖ്ലീദിനാലും പിന്നെന്തിനാലും മുഖല്ലിദീങ്ങളുടെ ഹുക്മിനാലും ഫത്വ കൊടുക്കുന്നതിന്റെ അദബുകളാണ്. മനസ്സിലായ? വമ അതൊക്കെ അഹ്കാമിൽ മുഖല്ലിദീന എന്നുള്ളത് മിന തഖ്ലീദ് ഈ താബികളിൽ പെട്ടതാണ്. വമ ഒന്നും ഇജ്തിഹാദിനോട് താബിയാകുന്ന ഒന്നുകൾ എന്തൊക്കെ? 3 ഉണ്ട്. വമ ഒന്നിലുമാണ് 7. എങ്ങോട്ട്? മൂന്നാമത്തെ 7ാമത്തെ കാര്യമാണ്. 7ാമത്തിലുള്ള 3ാമത്തെ കാര്യം. ലൊമ്മ അതിനെ ചേർക്കപ്പെട്ടു ഇലൈഹി ഇജ്തിഹാദിലേക്ക്. അതെന്തിനാൽ? വിശ്വാസ ശാസ്ത്രത്തിനാൽ. അതിന്റെ കൂടെ ഞാൻ അതും കൂടെ കൂടും. 7ലാണ് ഇൽമുൽ കലാമിനാൽ. ഇൽമുൽ കലാം എങ്ങനെയുള്ള ഇൽമുൽ കലാമാണ്? മുഫ്തഹി എന്ന് വെച്ചത്. അതിൽ മുഫ്തഹി അതിനെ തുടങ്ങപ്പെട്ടതാണ്
ഇൽമുൽ കലാമിലെ തുടങ്ങപ്പെട്ട തഖ്ലീദ് ഫിൽ ഉസൂലുദ്ദീൻ, വിശ്വാസ ശാസ്ത്രത്തിലെ തഖ്ലീദ് പറ്റുമോ, തഖ്ലീദുമായി ബന്ധപ്പെട്ട കൊണ്ടാണ് തുടങ്ങപ്പെട്ടിട്ടുള്ളത്. വിശ്വാസശാസ്ത്രം എന്താ വെക്കാൻ പറ്റുമോ? ദലീൽ നോക്കാതെ ചിന്തിക്കാതെ അന്നുണ്ടെന്നുണ്ട് ആണ്ട് വിശ്വസിച്ച് നടന്ന് അതുണ്ട് എന്നുള്ള തെളിവൊന്നും എന്താക്കിയില്ല, ബുദ്ധിപരമായ തെളിവുകളൊന്നും അവന് പഠിച്ചില്ല, മനസ്സിലാക്കി എടുത്തിട്ടില്ല. ഓരോന്നുണ്ട് അന്നുണ്ട് എല്ലാവരും പറയില്ല, അപ്പം ഞാനും പറയും അങ്ങനെയൊക്കെ വന്തി വിട്ടതാണ്. അപ്പം അതിന് കുറ്റം കിട്ടില്ല, അത് മതിയോ ഇല്ല എന്ന ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അൽ മുഫ്തഹി ആ ഇൽമുൽ കലാം തുടങ്ങപ്പെട്ടതാണ് തഖ്ലീദിന്റെ മസല കൊണ്ട്. എന്തിലുള്ള തഖ്ലീദ്? ഉസൂലുദ്ദീൻ. പിന്നെ എങ്ങനെയുള്ളതായ അത് അവസാനിപ്പിക്കപ്പെട്ടതാണ് മിമ്മ ഒന്നുകൊണ്ട്. ഈ ഇൽമുൽ കലാമിനോട് യോജിച്ചതായ ഒന്നുകൊണ്ട്, മിമ്മ ഒന്നുകൊണ്ട്, യുനാസിബു അതിയോജിക്കു ഇൽമുൽ കലാമിനോട് യോജിച്ച ഒന്നുകൊണ്ട് അതിന് അവസാനമുണ്ട്. അതെന്തിനാൽ? തസവുഫിന്റെ മായി ബന്ധപ്പെട്ട ഒരു സമാപനം. അതൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7 കിതാബ് എന്ന് പറഞ്ഞാൽ അവസാനം ഇപ്പം എന്തു വന്ന്? ആ 7 കിതാബിൽ ഇൽമുൽ കലാമും വന്ന്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സമാപനായ തസവുഫും വന്ന്. അപ്പം 7 അല്ല, 7ൻ്റെ അപ്പുറത്ത് ഖാത്തിമയുണ്ട്.